നമസ്കാരം. മുഖ്യമന്ത്രിയുടെ പ്രതിവാര സംവാദ പരിപാടിയായ നാം മുന്നോട്ടിന്റെ പ്രത്യേക എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. മുഖ്യമന്ത്രി പിണറായി വിജയൻ നയിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ 2 വർഷം പൂർത്തിയായിരിക്കുകയാണ്. 3ാം വർഷത്തിലേക്ക് ഈ സർക്കാർ കടന്നിരിക്കുമ്പോൾ ഈ 2 വർഷത്തെ സർക്കാരിന്റെ പ്രവർത്തനങ്ങളും ഭാവി പരിപാടികളും നാം മുന്നോട്ടിന്റെ ഈ വേദി ചർച്ച ചെയ്യുകയാണ്. നമുക്ക് സ്വാഗതം ചെയ്യാം കേരളത്തിന്റെ ആദരണീയനായ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനെ നാം മുന്നോട്ടിന്റെ ഈ വേദിയിലേക്ക്. ബഹുമാനപ്പെട്ട CM, സർക്കാരിന്റെ 2ാം വാർഷികത്തോടനുബന്ധിച്ചുള്ള പ്രത്യേക എപ്പിസോഡാണ് നമ്മൾ ഇന്നിപ്പോൾ ഇവിടെ എടുക്കാൻ പോകുന്നത്. നമ്മോടൊപ്പം ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത് മുൻ ചീഫ് സെക്രട്ടറിയും കിഫ്ബി ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറുമായ ഡോക്ടർ KM എബ്രഹാം, മുൻ ചീഫ് സെക്രട്ടറിയും കേന്ദ്രത്തിലും കേരളത്തിലും പ്രധാന നിരവധി ചുമതലകൾ വഹിച്ചിരുന്നതുമായ ഡോക്ടർ K ജയകുമാർ, വിവര സാങ്കേതിക രംഗത്തെ വിദഗ്ധൻ ശ്രീ G വിജയരാഘവൻ, സാമ്പത്തിക വിദഗ്ധ ഡോക്ടർ മേരി ജോർജ്, പ്രശസ്ത ന്യൂറോളജിസ്റ്റും മെഡിക്കൽ കൗൺസിൽ ഓഫ് ഇന്ത്യ അംഗവുമായ ഡോക്ടർ റാണി നായർ, ചലച്ചിത്ര താരവും അധ്യാപികയുമായിരുന്ന രചന നാരായണൻകുട്ടി എന്നിവരാണ്. 2 വർഷം സർക്കാർ പൂർത്തിയാക്കി 3ാം വർഷത്തിലേക്ക് കടന്നിരിക്കുകയാണ്. പ്രകടന പത്രികയിലെയും ഒപ്പം ബജറ്റിലെയും പ്രഖ്യാപനങ്ങളൊക്കെ നടപ്പിലാക്കിക്കൊണ്ടാണ് സർക്കാർ മുന്നോട്ട് പോകുന്നത്. അതിനിടയിൽ നടന്ന ചെങ്ങന്നൂർ ഉപതെരഞ്ഞെടുപ്പ് സർക്കാരിന് വലിയ പിന്തുണയും നൽകുന്നുണ്ട്. ഈ 2 വർഷത്തെ അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ അടുത്ത 3 വർഷം സർക്കാരിന്റെ പ്രവർത്തനം എങ്ങനെയായിരിക്കും? എങ്ങനെ ഈ 2 വർഷത്തെ വിലയിരുത്തും? ഈ കഴിഞ്ഞ 2 വർഷക്കാലത്ത് സർക്കാർ കുറെ കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം 2 ഭാഗമുണ്ട്. ഒന്ന്, സംസ്ഥാനത്തിന്റെ ആവശ്യങ്ങൾ എന്തൊക്കെയെന്നത് നേരത്തെ തന്നെ കണ്ടറിഞ്ഞ് ഒരു പ്രകടന പത്രിക പ്രസിദ്ധീകരിച്ചിരുന്നു. ആ പ്രകടന പത്രികയിൽ പറഞ്ഞ കാര്യങ്ങൾ നടപ്പാക്കുക. എന്നാൽ അതോടൊപ്പം തന്നെ പ്രകടന പത്രികയിൽ പറയാത്തതും സംസ്ഥാനത്തിൻ്റെ പൊതു ആവശ്യമായിട്ട് ഉയരുന്നതുമായ ഗൗരവമായ ചില പ്രശ്നങ്ങളുണ്ടാകും. ആ കാര്യങ്ങൾ കൂടി ഏറ്റെടുക്കുകയും അത് പൂർത്തീകരിക്കുകയും ചെയ്യുക. ഇത് രണ്ടിനും പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് സർക്കാർ നീങ്ങുന്നത്. അതിൽ ഈ 5 വർഷം പൂർത്തിയാക്കുന്നതിന് മുൻപ് തന്നെ പ്രകടന പത്രികയിൽ പറഞ്ഞ എല്ലാ കാര്യങ്ങളും പൂർത്തിയാക്കാൻ കഴിയുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ബാക്കി കാര്യങ്ങൾ, ഉയർന്നു വരുന്ന കാര്യങ്ങൾ, അത് പുതുതായിട്ട് ഇതിന്റെ കൂടെ പൂർത്തീകരിക്കുകയും ചെയ്യും. ഡോക്ടർ ജയകുമാർ, എങ്ങനെ വിലയിരുത്തുന്നു 2 വർഷത്തെ സർക്കാരിന്റെ പ്രവർത്തനത്തിൽ? ഞാൻ ഈ സർക്കാരിന്റെ പ്രവർത്തനങ്ങളെ നോക്കിക്കാണുന്നതിൽ ഏറ്റവും ശ്രദ്ധേയമായിട്ട് എൻ്റെ മനസ്സിൽ തോന്നിയത് 2-3 കാര്യങ്ങൾ. ഒന്ന്, ഈ 4 മിഷനുകളുടെ പ്രവർത്തനം. അതിൽ തന്നെ ഏറ്റവും പ്രധാനമായിട്ട് ഞാൻ വ്യക്തിപരമായി ശ്രദ്ധിക്കുന്ന ഒരു മിഷന് ഈ പൊതുവിദ്യാഭ്യാസ മേഖലയിൽ നടക്കുന്ന മാറ്റങ്ങൾ. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടെ പറയേണ്ടതും ഗവൺമെന്റിനെ അഭിനന്ദിക്കണം എന്ന് എനിക്ക് തോന്നിയതുമായ ഒരു സംഗതി. ഞാൻ കുറെ കാലം മലയാള യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലറായിരുന്നു, 5 വർഷം. ഈ മലയാള ഭാഷയ്ക്ക് വേണ്ടി ഈ ഗവൺമെന്റ് ചെയ്തിട്ടുള്ള ചില പ്രവർത്തനങ്ങൾ വളരെ ധീരമാണ്, വളരെ കാര്യമാത്ര പ്രസക്തമാണ്, വളരെ മുമ്പ് തന്നെ ചെയ്യേണ്ടിയിരുന്നതാണ്. അക്കാര്യങ്ങൾ ചെയ്തു എന്നുള്ള കാര്യത്തിൽ മലയാള ഭാഷയെ ഇഷ്ടപ്പെടുന്ന, സ്നേഹിക്കുന്ന എല്ലാവർക്കും വേണ്ടി ഗവൺമെന്റിനെ അക്കാര്യത്തിൽ അഭിനന്ദിക്കാൻ ഞാൻ ഈ സന്ദർഭം ഒന്ന് ഉപയോഗിച്ചുകൊള്ളട്ടെ. ഈ വിദ്യാഭ്യാസ മിഷനെ പറ്റി എനിക്ക് വളരെ നല്ല ചിന്തകളുള്ളത്. ഒന്ന്, എത്രയോ വർഷമായിട്ട് നമ്മൾ ആഗ്രഹിച്ചിരുന്ന ഒരു കാര്യം, നമ്മളെ പൊതുവിദ്യാഭ്യാസ മേഖല, പൊതു സ്കൂളുകൾ ആളുകൾ അതിൽ നിന്ന് കൊഴിഞ്ഞു പോകുന്നു, കുറച്ച് ആകർഷകമായിട്ടുള്ള മറ്റ് സ്കൂളുകളിലേക്ക് പോകുന്നു. ആ ഒരു പ്രവണതയെ പിടിച്ചു നിർത്താനും നമ്മുടെ പൊതുവിദ്യാലയങ്ങളെ ശാക്തീകരിക്കാനും ഈ ഗവൺമെന്റ് എടുത്ത നടപടികൾക്ക് സമൂഹം അതിനോടൊപ്പം ഉണ്ട് എന്ന് സ്ഥിതിവിവര കണക്കുകളിൽ നിന്ന് മനസ്സിലാക്കുന്നുണ്ട്. അത് ഈ വരും വർഷങ്ങളിൽ നമ്മുടെ പൊതുവിദ്യാഭ്യാസ മേഖലയെ വളരെ ശാക്തീകരിക്കും. അതിനുണ്ടാകാൻ പോകുന്ന സാമൂഹ്യമായിട്ടുള്ള മാറ്റങ്ങൾ അറിയണമെങ്കിൽ കുറെ കാലം കൂടെ എടുക്കും. വളരെ ദീർഘവീക്ഷണത്തോടു കൂടിയിട്ടുള്ള ആ ഒരു പ്രവർത്തനത്തെ അഭിനന്ദിക്കാൻ ഞാൻ ഈ സന്ദർഭം ഉപയോഗിക്കുകയാണ്. പൊതുവിദ്യാഭ്യാസ മേഖലയിൽ ഈ പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിന്റെ ഭാഗമായി നല്ല ഫലം അങ്ങ് പറഞ്ഞതുപോലെ ഉണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ വർഷം 2ാം തരം മുതൽ മേലെയുള്ള കുട്ടികളെ എടുത്താൽ 1.5 ലക്ഷത്തോളം കുട്ടികൾ അതിന് പുതുതായിട്ട് വന്നിരുന്നു. ഈ വർഷത്തെ നില ഇപ്പം കണക്ക് വന്നു കഴിഞ്ഞു, എന്നാൽ പൂർണ്ണമായിട്ടില്ല. പക്ഷേ കഴിഞ്ഞ വർഷത്തേക്കാളും കുട്ടികൾ ഇപ്പം തന്നെ
പുതുതായിട്ട് വന്നിട്ടുണ്ട് എന്നാണ് പറഞ്ഞത്. അതോടൊപ്പം ഒന്നാം തരത്തിലെ കുട്ടികൾ കുറയുന്നു എന്നൊരു പ്രവണതയുണ്ടായിരുന്നു. ഒന്നാം തരത്തിലെ കുട്ടികൾ വർദ്ധിച്ചു എന്നാണ് ഇത്തവണ പ്രത്യേകതയായിട്ട് പറയുന്നത്. ഇതോടൊപ്പം 1 മുതൽ 10 വരെയുള്ള കുട്ടികളുടെ എണ്ണം നോക്കിയാൽ അതിൽ ഇതേവരെ കുറഞ്ഞു വരുന്നുണ്ടായിരുന്നു. മൊത്തമെടുത്ത് അതിലും വർധനവുണ്ടായി എന്നാണ് പറയുന്നത്. അപ്പോൾ പൊതുസമൂഹം എങ്ങനെ സ്വീകരിച്ചു എന്നാണ് അത് കാണിക്കുന്നത്. ഡോക്ടർ കെ എം എബ്രഹാം, ഈ 60 വർഷം കേരളം ഈ പൊതുവിദ്യാഭ്യാസ മേഖലയിൽ ഇൻവെസ്റ്റ് ചെയ്തതിനേക്കാൾ കൂടുതൽ തുകയാണ് ഇപ്പോൾ ഈ കാലയളവിനുള്ളിൽ ഈ അടുത്തൊരു വർഷം കൊണ്ടും ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്നത്. ഇത് വലിയ വിപ്ലവകരമായിട്ടുള്ള ഒരു മാറ്റമാണ്. കിഫ്ബിയിൽ നിന്ന് തന്നെ വലിയ രീതിയിൽ ഫണ്ട് ചെയ്യുന്നുണ്ട്, മികവിന്റെ കേന്ദ്രമാക്കാനും ഒക്കെ. അപ്പൊ ഇത് അടിസ്ഥാന സൗകര്യ മേഖലയിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ കാര്യത്തിൽ എന്ത് മാറ്റങ്ങൾ ഉണ്ടാകും? കേരളത്തിന്റെ ഡൊമസ്റ്റിക് പ്രോഡക്റ്റിലേക്ക്, ആഭ്യന്തര ഉൽപാദനത്തിലേക്ക് നമുക്ക് സംഭാവന നൽകിക്കൊണ്ടിരിക്കുന്നത് പൊതുവിദ്യാഭ്യാസത്തിൽ നിന്നാണ്. നമ്മുടെ പൊതുവിദ്യാഭ്യാസം ശക്തിയുള്ളതായതുകൊണ്ടാണ് നമുക്ക് ഈ ആഭ്യന്തര ഉൽപാദനം കൂട്ടാൻ കഴിയുന്നത്. ഇനി അടുത്ത ഒരു വേവ് ഓഫ് ഇൻവെസ്റ്റ്മെന്റ് എന്ന് അതിനെ വിശേഷിപ്പിക്കാം. അതാണ് ഇപ്പം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ദേവകുമാർ സാർ പറഞ്ഞതുപോലെ ഈ പൊതുവിദ്യാഭ്യാസത്തിൽ നമ്മളിപ്പോൾ ഈ മിഷൻ വഴി ചെലവാക്കുന്ന പണം, കിഫ്ബി വഴി ചെലവാക്കുന്ന പണം, ഇപ്പോൾ കിഫ്ബി വഴി ചെലവാക്കുമ്പോൾ ആ പൊതുവിദ്യാഭ്യാസം രണ്ടും കൂടെ ഒരുമിച്ചെടുക്കുമ്പം ഒരു വർഷത്തുനിന്ന് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ നമ്മൾ കൈകാര്യം ചെയ്യുന്നു, അതായത് മുതൽ മുടക്ക് നമ്മൾ കൈകാര്യം ചെയ്യുന്നു. മറ്റൊരു വശത്ത് ഇതിന് കുട്ടികൾക്ക് വേണ്ടുന്ന പഠന ഉപകരണങ്ങൾ, പഠന സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുന്നു. ഇതാണ് കേരളത്തിൻ്റെ അടുത്ത ഒരു 50 വർഷത്തേക്ക് കേരളത്തിനൊരു പുതിയ അടിത്തറ ഇടുന്ന ഒരു പ്രക്രിയയാണ് ഇപ്പോൾ നടക്കുന്നത്. അപ്പോൾ അതിനെ നമുക്കൊരു സാധാരണ പദ്ധതിയായിട്ട് കാണാൻ കഴിയുകയില്ല. വലിയ വിപ്ലവകരമായിട്ടുള്ള ഒരു പദ്ധതിയായിട്ട് വേണം അതിനെ വിലയിരുത്തുവാനായിട്ട്. ഇപ്പോൾ നമ്മുടെ ഓഡിയൻസിന്റെ കൂടെ കുട്ടിയുണ്ട്. ICSE സിലബസിൽ നിന്ന് സ്റ്റേറ്റ് സിലബസിലേക്ക് വന്നാണ്, സർക്കാർ സ്കൂളിലേക്ക് വന്നാണ്. പേര് പറഞ്ഞോളൂ, ഉറക്കെ പറഞ്ഞു. അഭിഷേകിന്റെ അമ്മയാണോ? സംസാരിക്കാം. ഞാനിപ്പോൾ 2 കുട്ടികളെയും കാട്ടായിക്കുളം ഗവൺമെന്റ് UPSലേക്ക് മാറ്റിയിട്ടുണ്ട്. അവരുടെ ആ സ്കൂളിന്റെ ഗുണങ്ങൾ മനസ്സിലാക്കിയിട്ടാണ് അങ്ങോട്ട് ഇപ്പോൾ സർക്കാർ സിലബസിലോട്ട് മാറ്റിയിട്ടുള്ളത്. മികവാർന്ന ധാരാളം പ്രവർത്തനങ്ങൾ സ്കൂളിൽ ഉണ്ട് എന്നറിയാൻ കഴിഞ്ഞു. മലയാള തിളക്കം, അതുപോലെ ഗണിതം മധുരം, പിന്നെ ഹലോ ഇംഗ്ലീഷ് തുടങ്ങിയ നല്ല നല്ല പരിപാടികൾ സ്കൂളിൽ ഉണ്ട്. അതുപോലെ ആഴ്ചതോറും ക്യൂസ് പ്രോഗ്രാംസ് നടത്തുന്നുണ്ട്. കുട്ടികൾക്ക് വളരെ സ്വാതന്ത്ര്യമായി തന്നെ സന്തോഷത്തോടു കൂടി സ്കൂളിൽ പോകാൻ കഴിയുന്നുണ്ട്. വളരെ ഉത്സാഹത്തോടെയാണ് അവരിപ്പോൾ സ്കൂളിൽ പോകുന്നത്. നമ്മൾ വില കൊടുത്ത് വാങ്ങുന്ന പല സേവനങ്ങളും സൗജന്യമായി തന്നെ സ്കൂളിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നു. സ്മാർട്ട് ക്ലാസ് ഉൾപ്പെടെയുള്ളവ, ന്യൂ മാത്സ് സംസ്ഥാനതല വിജയികൾ 2 പേർ സ്കൂളിൽ നിന്നുള്ളതാണ്. അതുപോലെ ഇംഗ്ലീഷ് പരിപോഷിപ്പിക്കാൻ ധാരാളം കാര്യങ്ങൾ സ്കൂൾ ചെയ്യുന്നുണ്ട്. കോലിയക്കോട് സ്കൂളിലെ കൂട്ടത്തിൽ സംസാരിക്കാം. നമുക്ക് ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് 4 പേര് കൂടുന്ന സ്ഥലത്ത് പൊതുവിദ്യാലയങ്ങളിലെ അധ്യാപകർക്ക് അതുപോലെ തന്നെ നിൽക്കാൻ പറ്റാത്തൊരവസ്ഥയുണ്ടായിരുന്നു. കാരണം തലയൂരി രക്ഷപ്പെടുകയായിരുന്നു. ഇപ്പോൾ 4 പേരല്ല 40 പേര് കൂടുന്നിടത്തും ധൈര്യപൂർവ്വം പൊതുവിദ്യാലയങ്ങളിലെ അധ്യാപകർക്ക് നിൽക്കാൻ കഴിഞ്ഞത് ഈ സർക്കാരിന്റെ ഒരു വലിയ നേട്ടമായിട്ടാണ് ഞങ്ങൾ കാണുന്നത്. പൊതുവിദ്യാഭ്യാസ രംഗം വലിയ ഒരു മാറ്റമാണ് എല്ലാ രംഗത്തും വന്നിട്ടുള്ളത്. നമ്മുടെ സ്കൂളിലേക്ക് കയറി ചെല്ലുമ്പോൾ അൺഎയ്ഡഡ് വിദ്യാലയങ്ങളേത് സർക്കാർ വിദ്യാലയങ്ങളേതെന്ന് തിരിച്ചറിയാൻ പറ്റാത്ത തരത്തിൽ അകവും പുറവും മാറ്റം വന്നിട്ടുണ്ട്. ഭൗതിക സാഹചര്യങ്ങളിലും വന്നിട്ടുണ്ട്, അക്കാദമിക കാര്യങ്ങളിലും വലിയ മാറ്റം. ബഹുമാനപ്പെട്ട CM, ഇവിടെ ഡോക്ടർ കെ എം എബ്രഹാം നേരത്തെ പറഞ്ഞൊരു വേവ് അതുണ്ടാകാൻ വലിയ ഇടപെടൽ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ മുൻപ് വർഷാന്ത്യ പരീക്ഷയായാലും പുസ്തകങ്ങൾ കിട്ടിയില്ലായിരുന്നുവെങ്കിൽ സ്കൂൾ തുറക്കുന്നതിന് 1 മാസം മുൻപ് പുസ്തകങ്ങൾ എത്തിയിട്ടുണ്ട്, യൂണിഫോം എത്തിയിട്ടുണ്ട്. 45,000-ഓളം ക്ലാസ് മുറികൾ ഈ ജൂൺ മാസത്തിന് മുൻപ് സ്മാർട്ടായി ഡിജിറ്റലൈസ്ഡ് ആയി. അപ്പം ഇത് മുൻഗണന നിശ്ചയിക്കുമ്പോൾ സർക്കാരിന്റെ മുന്നിൽ കൃത്യമായിട്ടുള്ള അജണ്ടയുണ്ടായിരുന്നു. അടുത്ത 3 വർഷം, ഇവിടെ ഈ വേവ് എന്ന് പറയുമ്പോൾ അടുത്ത 3 വർഷം കൊണ്ട് കേരളത്തെ പൊതുവിദ്യാഭ്യാസ മേഖല ഏത് തലത്തിലേക്ക് എത്തിക്കുവാനാണ് സർക്കാർ ശ്രമിക്കുന്നത്? പൊതുവിദ്യാഭ്യാസ മേഖലയിലെ എല്ലാ സ്ഥാപനങ്ങളും ഈ തരത്തിലുള്ള മാറ്റം ഉറപ്പാക്കണം. അതിൽ സർക്കാരിൻ്റെ വിഭവം മാത്രമല്ല, സർക്കാർ ഒരു ഭാഗം വഹിക്കുകയാണ്. അതോടൊപ്പം നാടും നാട്ടുകാരും നല്ലതുപോലെ ചേരുന്നുണ്ട്. ഇതിൽ ഓരോ സ്കൂളിൻ്റെയും കാര്യത്തിൽ ആ സ്കൂളിൻ്റെ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുന്നതിനൊരു കമ്മിറ്റി വരുന്നുണ്ട്. ഇവരെല്ലാം കൂടി ഇതിന് നല്ല പിന്തുണ നൽകുക. അപ്പോൾ ചില കാര്യങ്ങളിൽ സർക്കാരിൻ്റെ കാശ് വരുന്നതിന് മുൻപ് തന്നെ ചിലത് അവർ പൂർത്തിയാക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു 1.5 മാസം മുമ്പ് ഒരു കെട്ടിടം ഉദ്ഘാടനം ചെയ്യാൻ ഞാൻ പോയിരുന്നു. ഒരു UP സ്കൂളിലെ കെട്ടിടമാണ്. അതിൽ 65 ലക്ഷം രൂപ അവർ പൂർവ്വ വിദ്യാർത്ഥികൾ സമാഹരിച്ചു കൊടുക്കുക.
എന്നിട്ട് അതിനവർ പറയാണ്, ഈ ഇതിന്റെ വിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിന്റെ ഭാഗമായിട്ട് സംസാരിക്കുമ്പോൾ ഒരിടത്ത് ഞാൻ പറഞ്ഞിരുന്നു, പലരും ആരാധനാലയങ്ങളിൽ കാശ് കൊടുക്കുന്നവരാണ്. ഇതില് ഒരു ഭാഗം ഇതിന് വിദ്യാലയത്തിന് കൊടുക്കാവുന്നതാണ്. എല്ലാ ആരാധനാലയത്തിലും അതിന് നല്ല തൃപ്തിയായിരിക്കും, അങ്ങനെ ചെയ്യണം. അപ്പൊ അതവർ ഉദ്ധരിക്കുക, ഞങ്ങൾ അത് കേട്ടിട്ടാണ് ഇത് ചെയ്തത് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നാട്ടുകാർ നല്ല രീതിയിൽ ഇതുമായിട്ട് സഹകരിക്കാൻ തയ്യാറാകുന്നുണ്ട്. ഇതിൽ എയ്ഡഡ് സ്കൂളുകളുടെ കാര്യത്തിൽ സർക്കാർ പറഞ്ഞിട്ടുള്ളത്, നിങ്ങൾ എത്ര തുകയാണോ ചെലവഴിക്കുന്നത് അത്രയും തുക സർക്കാരും തരും. പക്ഷേ ഒരു പരമാവധിയുണ്ട്, അതിന് 1 കോടി രൂപ. 1 കോടി രൂപ വരെ സർക്കാർ കൊടുക്കും. അതോടൊപ്പം സർക്കാർ വിദ്യാലയങ്ങളുടെ കാര്യത്തിൽ സർക്കാർ കൊടുക്കുന്ന കാശിന് പുറമെ ബാക്കിയുള്ളത് നാട്ടുകാർ കൂടി സമാഹരിക്കുകയാണ്. അക്കാദമിക് തലത്തിൽ നല്ല മാറ്റം വന്നിട്ടുണ്ട്. നമ്മുടെ കേരളത്തിലെ പാഠ്യപദ്ധതി ദേശീയ തലത്തിൽ തന്നെ അംഗീകാരം നേടിക്കഴിഞ്ഞിട്ടുണ്ട്. ഏറ്റവും നല്ല പാഠ്യപദ്ധതിയാണ് എന്ന് പൊതുവെ അംഗീകാരം ലഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ കുട്ടികളിലായാലും അധ്യാപകർക്ക് ഇതിന്റെ ഭാഗമായിട്ടുള്ള പരിശീലനമുണ്ട്. അതെല്ലാം കൂടി വരുമ്പോൾ ആകെ ഒരു ഉണർവ് നമ്മുടെ സംസ്ഥാനത്ത് ഉണ്ടാകുന്നുണ്ട്. അധ്യാപക കൂടിയായിരുന്ന രചനയ്ക്ക് എന്തോ പറയാനുണ്ട്, പറയാം. സർ പറഞ്ഞതിനോട് ഞാൻ പൂർണ്ണമായിട്ടും യോജിക്കുകയാണ്. ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷന്റെ കാര്യത്തിൽ പറയുന്ന സമയത്ത് അധ്യാപകർ ഇന്നുള്ള 100%-ൽ 20% പേര് മാത്രമാണ് ആത്മാർത്ഥതയോട് കൂടിയിട്ട് ഓക്കെ പഠിപ്പിക്കണം, ഞങ്ങൾക്കും ഒരു സെൽഫ് നോളജ് ഉണ്ടാവണം എന്ന് പറഞ്ഞ് പ്രവർത്തിക്കുന്നവരുള്ളൂ എന്ന് തന്നെയാണ് എൻ്റെയും ഒരു വിശ്വാസം. ടീച്ചേഴ്സിൻ്റെ ക്വാളിഫിക്കേഷൻ അപ്ഗ്രേഡ് ചെയ്യുന്ന ഒരു സമ്പ്രദായം നമുക്ക് തീർച്ചയായിട്ടും വരേണ്ടതുണ്ട് എന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ഒരു അധ്യാപിക കൂടിയാണ് ഞാൻ. ഒരു സെൽഫ് നോളജ്, നമ്മളൊരു ജോലി കിട്ടിക്കഴിഞ്ഞാൽ അതിൽ മാത്രം ഉറച്ചെന്ന് എനിക്ക് ജോലി ആയല്ലോ എന്ന് സമാധാനപരമായി ജീവിക്കാമല്ലോ എന്നുള്ളതല്ലാതെ വരും ജനറേഷന് വേണ്ടിയിട്ട് ഒരു അപ്കമിങ് തോട്ട് ടീച്ചേഴ്സിൻ്റെ ഇടയിലും വേണം. ഒരു നിരവധി ട്രെയിനിങ് പരിപാടികൾ നടക്കുന്നുണ്ട്, എല്ലാം നല്ലത് തന്നെയാണ്. അത് എത്രത്തോളം ഇംപ്ലിമെന്റ് ചെയ്യുന്നു, അത് മോണിറ്റർ ചെയ്യുന്നു എന്നുള്ളൊരു കാര്യം കൂടി ശ്രദ്ധയിൽപ്പെടുത്തണം എന്ന് എനിക്ക് ഒരു വിനീതമായിട്ടുള്ള ഒരു അഭ്യർത്ഥനയുണ്ട്. ഈ വിഷയം മാറുന്നതിന് മുൻപ് ഇപ്പോൾ ഗവൺമെന്റ് ചെയ്തതുപോലെ ഒരു ഇനീഷ്യേറ്റീവ് അടുത്ത കാലത്തെങ്ങും നമ്മൾ നടത്തിയിട്ടില്ല. പണ്ട് ഞങ്ങൾ DPEP നടത്തിയ ഒരു സമയത്ത് കുറച്ചൊക്കെ ചെയ്തിരുന്നു. പക്ഷേ എനിക്ക് മുഖ്യമന്ത്രിയോട് പറയണമെന്ന് തോന്നിയ ഒരു കാര്യം, ഒന്ന്, ഇതിന് രാഷ്ട്രീയമായിട്ടുള്ള ഒരു സ്വീകാര്യത ഇപ്പോൾ ഉണ്ട്, എല്ലാവരും ഉണ്ട്. പക്ഷെ അധ്യാപക ഒരുപാട് സംഘടനകളുണ്ട്, 10-30-ലേറെ സംഘടനകളുണ്ട്. ഇതൊരു കുറച്ചു കാലം കഴിയുമ്പോൾ ഇത് വേറൊരു ഗവൺമെന്റിൻ്റെതായിരുന്നു എന്ന് പറഞ്ഞ് ഇതിനെ ഡിസോൺ ചെയ്യാൻ, ഇതിനെ ഞങ്ങളുടേതല്ല എന്ന് പറയാനുള്ളൊരു പ്രവണത നമ്മുടെ സമൂഹത്തിലുണ്ട്. അത് എനിക്ക് തോന്നുന്നത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ തന്നെ ഒരു ആർജവത്തിൽ ഇത് എന്നേക്കുമായിട്ടുള്ള ഒരു മാറ്റമാണ്, അല്ലാതെ ഒരു പ്രത്യേക ഒരു പൊളിറ്റിക്കൽ ഡിസ്പെൻസേഷന്റെ മാറ്റമല്ല ഇത്. ഇല്ലെങ്കിൽ എന്ത് പറ്റുമെന്ന് പറഞ്ഞാൽ സാർ, ഒരു ഗവൺമെന്റ് മാറി വരും, ജനാധിപത്യത്തിൽ ഗവൺമെന്റുകൾ മാറി വരും, ഉടനെ ഇത് മുഴുവൻ മോശമായിരുന്നു എന്ന് പറഞ്ഞിട്ട് വേറൊരു താല്പര്യം വന്ന് അപ്പൊ 2 അടി മുന്നോട്ട് വയ്ക്കുകയും 3 അടി പിന്നോട്ട് വയ്ക്കുകയും ചെയ്യുന്ന ഒരു സംഗതി നമ്മുടെ വിദ്യാഭ്യാസ മേഖലയിൽ ഉണ്ടായിട്ടുണ്ട്. അതിന്റെ ദോഷങ്ങളും കേരളം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് അത്തരത്തിലല്ലാതെ എല്ലാവരുടെ ഒരു പൊളിറ്റിക്കൽ ഓണർഷിപ്പ് ഇതിനുണ്ടാക്കാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി മുൻകൈ എടുക്കണമെന്ന് ഞാൻ വിചാരിക്കുന്നു. 1 സർ. 2, ഇപ്പൊ ഒരുപാട് നമ്മുടെ IT എക്യുപ്മെന്റ് എല്ലാം നമ്മൾ ഈ സ്കൂളുകളിൽ കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ ഈ ആരംഭകാലത്തുള്ള ആവേശം കൊണ്ട് ഇതൊക്കെ ചെയ്യും. പതുക്കെ ആവേശമില്ലാതായി ഇത് ഉപയോഗശൂന്യമായിട്ട് അവിടെ കിടക്കും. ചിലത് റിപ്പയർ ചെയ്യും. റിപ്പയർ ചെയ്യാനായിട്ട് ഞങ്ങൾ എഴുതിയിട്ടുണ്ടെന്ന് പറയും, സമയത്തിന് റിപ്പയർ ചെയ്യില്ല, കമ്പ്യൂട്ടർ കേടായി. പതുക്കെ പഴയ രീതിയിലേക്ക് പോകാനുള്ള ഒരു പ്രവണത, ഇതൊരു വലിയ സിസ്റ്റമാണല്ലോ സർ. 10-12,000 സ്കൂളുകളും അനേകം വിദ്യാർത്ഥികളും. ഇതിനെന്തെങ്കിലും ഒരു ഇൻബിൽറ്റ് ആയിട്ടുള്ള അത്തരത്തിലൊരു ഒരു വിധി, ദുര്യോഗം ഇതിനുണ്ടാവുന്നില്ല എന്ന് ഉറപ്പുവരുത്താൻ കൂടി ഗവൺമെന്റ് ഇപ്പൊ ശ്രദ്ധിച്ചാൽ ഇത് കേരളത്തിന്റെ മുഴുവൻ ഒരു പ്രസ്ഥാനമായിട്ട് മുമ്പോട്ട് കൊണ്ടുപോകും. ഇല്ലെങ്കിൽ സർ, ഇത് നമ്മൾ കുറച്ച് ചെയ്തിട്ട് അതിന്റെ ഗുണം കിട്ടാതെ പിന്നോട്ട് പോകുന്ന ഒരു പ്രവണത കണ്ടിട്ടുണ്ട്. ഞാൻ DPEP നടത്തുന്ന കാലത്ത് സെക്രട്ടറി ആയിരുന്നു സർ. ഒരുപാട് എഫർട്ട് എടുത്തതാണ്. പക്ഷെ വേറൊരു ഗവൺമെന്റ് വന്നിട്ട് പറഞ്ഞതൊക്കെ മോശമാണ്, ഞങ്ങൾ അതെല്ലാം മാറ്റി. ആ ആഘാതത്തിൽ നിന്ന് സാർ 10 വർഷം എടുത്തു കേരളത്തിന്റെ വിദ്യാഭ്യാസ മേഖല കരകയറാൻ. ഇപ്പോഴാണ് ഒരുമാതിരി കരകയറുന്നത്. ഇതെങ്കിലും നമുക്ക് പിന്നോട്ട് പോകാതെ മുമ്പോട്ട് കൊണ്ടുപോകാൻ ഒരു സർവ്വകക്ഷികളുടെയും ഒരു കൺസെൻസസ് ഉണ്ടാക്കുന്നതിന് ഗവൺമെന്റ് ശ്രമിക്കണം. ഏത് ഗവൺമെന്റ് വന്നാലും ഈ നമ്മളിപ്പോൾ ആരംഭിച്ചത് തുടരണം. അതിന്റെ ഒരു കൺസമേഷനിലേക്ക് എത്തത്തക്ക രീതിയിൽ തുടർന്നു കൊണ്ടേ പോകണം. അതിന്റെ പോയിന്റുകൾ മനസ്സിലാക്കി അത് നിരോധിച്ചു കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കും.
ജയകുമാർ പറഞ്ഞതിനോട് പ്രതികരിക്കും. ഇതിനകത്ത് മറ്റ് രാഷ്ട്രീയമായ വ്യത്യാസങ്ങൾ വരാനില്ല സാധാരണ നിലക്ക്. കാരണം ഈ പരിപാടി എല്ലാ മണ്ഡലങ്ങളിലും ഒരേപോലെയാണ് നടപ്പാക്കിയിട്ടുള്ളത്. അത് ഓരോ MLA യുമാണ് അതെവിടെ വേണം എന്ന് കണ്ടെത്തിയിട്ടുള്ളത്, ഏത് സ്കൂള് എന്നത്. ഗവൺമെന്റ് ഏകപക്ഷീയമായിട്ട് ചെയ്യുന്ന നിലയല്ല ഉണ്ടായത്. അധ്യാപക സംഘടനകൾ എല്ലാവരും നമ്മുടെ കൂടെ വേണം എന്നാണ് സാർ ഞാൻ പറഞ്ഞതിന്റെ പൊരുൾ. അധ്യാപക സംഘടനകൾ, അത് ഞാൻ മനസ്സിലാക്കിയിടത്തോളം അധ്യാപക സംഘടനകൾ കൂടെ ഉണ്ട് എന്നാണ്. ഇനി എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അത് നമുക്ക് പ്രത്യേകം നോക്കാം. ശ്രീ ജി വിജയരാഘവൻ, കഴിഞ്ഞ നാം മുന്നോട്ടിന്റെ തന്നെ ഒരു എപ്പിസോഡിൽ ഈ ഹ്യൂമൻ റിസോഴ്സ് നമ്മൾ ഏറ്റവും നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്തണം എന്നത് സംബന്ധിച്ച് വളരെ കൃത്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ CM-ന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു. IT മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ കൂടി എങ്ങനെയാണ് കേരളത്തിന്റെ ഭാവിയെ മുന്നിൽ കാണുന്നത്? CM നേരത്തെ പറഞ്ഞതുപോലെ ശരിക്കും ഇതിൽ കുറെ ശരിക്കും മാറ്റങ്ങളല്ല, എനിക്ക് തോന്നുന്നു ഉടച്ചു വാർപ്പ് ആവശ്യം. ശരിക്കും ഇന്നത്തെ സമ്പ്രദായമായിട്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ അടുത്തൊരു 5-6 വർഷത്തിനകം നമ്മുടെ യൂണിവേഴ്സിറ്റീസ് ഇറലവൻ്റ് ആവും. കാരണം ഇന്ന് അവിടെ പഠിപ്പിക്കാൻ താല്പര്യമില്ലാത്ത കുറെ അധ്യാപകർ, പല പോളിസീസും തീരുമാനിക്കുന്നത് ഈ അധ്യാപക സംഘടനകളാണ്. അതിൽ നിന്ന് മാറി നമുക്ക് ശരിക്കും ഇന്ന് ലോകത്തിൽ ആവശ്യമുള്ള ഏത് ടൈപ്പ് ഓഫ് എഡ്യൂക്കേഷനാണ്. പലപ്പോഴും കോഴ്സുകൾ മാറ്റാൻ സമ്മതിക്കില്ല, സിലബസ് മാറ്റങ്ങൾ സമ്മതിക്കുന്നില്ല. കാരണം അധ്യാപകർക്ക് പഴയ കാര്യങ്ങൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നതാണ് അവർക്ക് സൗകര്യം. അപ്പൊ ആ ഒരു മാറ്റം വരണമെന്നുണ്ടെങ്കിൽ ശരിക്കും ഡൈനമിക് ആയിട്ടുള്ള ഒരു സിലബസ്, ആ മാറ്റങ്ങൾ വരുമ്പോൾ നല്ല അധ്യാപകർ തുടരണം, അവർക്ക് നമ്മൾ നല്ല ആനുകൂല്യങ്ങൾ കൊടുക്കണം. നല്ല അധ്യാപകരല്ലാത്തവരെ മാറ്റിയില്ലെങ്കിൽ ഒരു തലമുറയ്ക്ക് മൊത്തം ഡാമേജ് അവർ ചെയ്യാണ്. അതുപോലെ തന്നെയാണ് ഉന്നത വിദ്യാഭ്യാസത്തിൽ കോളേജുകളിൽ വരുന്ന അധ്യാപകർക്ക് ടീച്ചർ ട്രെയിനിങ് എന്നൊരു സാധനമില്ല. സ്കൂളിൽ B.Ed ഉണ്ട്, ടീച്ചർ ട്രെയിനിങ് ഇല്ല. അതുപോലെ തന്നെയാണ് പ്രിൻസിപ്പൾ ആവുന്നവർക്ക് അഡ്മിനിസ്ട്രേറ്റീവ് ട്രെയിനിങ് ഇല്ല, സീനിയർ ആയിട്ടുള്ള ഒരാൾ അഡ്മിനിസ്ട്രേറ്റർ. ആ രീതിയിലുള്ള കുറെ മാറ്റങ്ങളും കൊണ്ട് കൊണ്ടുവന്നാൽ മാത്രമേ ഹയർ എഡ്യൂക്കേഷനിൽ ഒരു മാറ്റം വരുത്താൻ സാധിക്കൂ. ഡോക്ടർ മേരി ജോർജ്, ഈ പ്രവർത്തനത്തെ എങ്ങനെയാണ് കാണുന്നത്? ഇപ്പോൾ വിദ്യാഭ്യാസ രംഗത്തെ പറ്റി പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും നല്ല ചുവടുവയ്പ്പുകളാണ് വിദ്യാഭ്യാസ രംഗത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അവിടെ ഒന്നുകൂടി എനിക്ക് കൂട്ടിച്ചേർക്കാനുള്ളത്, 1-ാം ക്ലാസ് മുതൽ ഓൾ പ്രൊമോഷൻ എന്ന ആ പദ്ധതി തന്നെ ഒന്ന് റീലുക്ക് ചെയ്യേണ്ടിയിരിക്കുന്നു. അതായത് തോൽക്കേണ്ടവർ തോൽക്കണം, ഫിറ്റസ്റ്റ് സർവൈവ് ചെയ്യും എന്ന രീതിയിലല്ല. അക്ഷരം പോലും പഠിക്കാത്ത കുട്ടിയെ 2-ാം ക്ലാസ്സിലും 3-ാം ക്ലാസ്സിലും ഒക്കെ കയറ്റിവിട്ട്, ഇപ്പൊ ഞാൻ കോളേജിലായിരുന്ന സമയത്ത് കണ്ടിട്ടുണ്ട്, പ്രീ ഡിഗ്രിക്കൊക്കെ ആപ്ലിക്കേഷൻ അയക്കുന്ന കുട്ടി സ്വന്തം പേര് പോലും മലയാളത്തിലോ ഇംഗ്ലീഷിലോ തെറ്റിച്ചെഴുതുന്നത്. അപ്പൊ ആ തരത്തില് അവർ 90% ഒക്കെ മാർക്ക് മേടിച്ചു വരുന്ന കുട്ടികളുമാണ്. അങ്ങനെ പ്രൊമോഷൻ വരുന്നത് കൊണ്ടാണ് ഈ ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷൻ ഒത്തിരി താഴേക്ക് പോകുന്നത്. അപ്പൊ അങ്ങനെ ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷൻ നമുക്ക് നിയന്ത്രിക്കണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഈ അർഹതയുള്ളവരെ മാത്രമാണ് പ്രൊമോഷൻ കൊടുത്ത് അടുത്തടുത്ത ക്ലാസ്സുകളിലേക്ക്. സാറും ഞാനും പഠിച്ച കാലത്ത് അങ്ങനെയായിരുന്നു. ആ തരത്തിൽ പഠിച്ചത് കൊണ്ടുള്ള ചില അഡ്വാൻറ്റേജസിന്റെ ഗുണഭോക്താക്കളും കൂടിയാണ് നമ്മൾ. അപ്പൊ അങ്ങനെയുള്ള ഒരു സമൂഹം തന്നെ വേണം. അതായത് നന്നായി പഠിച്ചാലേ ക്ലാസ് കയറ്റം കിട്ടൂ എന്ന് ഉറപ്പുള്ള തരത്തിലുള്ള ഒരു വിദ്യാഭ്യാസ രീതി വേണം. വിദ്യാഭ്യാസ നിലവാരം മെച്ചപ്പെടുത്തുന്നതിനെ കുറിച്ചാണ് ഡോക്ടർ മേരി ജോർജ് പറഞ്ഞത്. ഇപ്പം പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ സംബന്ധിച്ചിടത്തോളം അതിന്റെ നിലവാരം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി ശ്രമങ്ങൾ നടത്തുമ്പോൾ തന്നെ ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ സംബന്ധിച്ച് ബഹുമാനപ്പെട്ട CM പറഞ്ഞിട്ടുണ്ട് സർക്കാരിന്റെ ലക്ഷ്യം അത് ആണ് എന്നുള്ളത്. അത് സംബന്ധിച്ച് എന്താണ് പറയാനുള്ളത്? ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ഇപ്പൊ അടുത്ത ഈ 2 വർഷം പൂർത്തിയാക്കിയപ്പോൾ എല്ലാ വൈസ് ചാൻസലർമാരെയും ഒന്ന് വിളിച്ചിരുന്നു നമ്മുടെ യൂണിവേഴ്സിറ്റികളുടെ. ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ കുറെ മാറ്റങ്ങൾ വരേണ്ടതായിട്ടുണ്ട്. ആ വരേണ്ട മാറ്റങ്ങളെ കുറിച്ച് അവരുമായിട്ടൊന്ന് ഡിസ്കസ് ചെയ്തു. അവർക്കും ആ അഭിപ്രായങ്ങൾ തന്നെയാണുള്ളത്. അത് കുറെ നടപടികൾ ആ രംഗത്ത് വേണ്ടി വരും എന്ന് തന്നെയാണ് കാണുന്നത്. അതിനുള്ള നടപടികൾ നമുക്ക് സ്വീകരിക്കേണ്ടതായിട്ടുണ്ട്. പ്രധാനമായിട്ട് നമ്മൾ ദേശീയ തലത്തിൽ എത്ര യൂണിവേഴ്സിറ്റികൾ ആദ്യത്തെ 10-ലെങ്കിലും പെടും, ഇതാണ് ആദ്യം നോക്കേണ്ടത്. അതോടൊപ്പം അന്താരാഷ്ട്ര തലത്തിൽ അതിനുശേഷം നമുക്ക് ഉയരാൻ കഴിയണം. അതിനുള്ള ഒരു ലക്ഷ്യമിട്ട് നീങ്ങണം എന്ന കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്തിട്ടുണ്ട്. ചർച്ച അവസാനിപ്പിക്കാം. വളരെ നന്ദി CM ചർച്ചയിൽ പങ്കെടുത്തതിന്. ഓരോരുത്തരോടും പേരെടുത്ത് പറഞ്ഞുകൊണ്ട് സഹകരിച്ചതിന്, ചർച്ചയിൽ പങ്കെടുത്തതിന് നന്ദി. ഒപ്പം ഇവിടെ പങ്കെടുത്ത എല്ലാവരോടും നന്ദി അറിയിക്കുകയാണ്. ആശ്രയമില്ലാത്ത ജീവിതങ്ങൾക്ക് നിർലോഭമായ പിന്തുണ നൽകുകയാണ് ജനകീയ സർക്കാർ. വിദ്യാഭ്യാസ രംഗത്ത് കേരളീയ സമൂഹം പൊതുവായി കൈവരിച്ച നേട്ടം
വേണ്ടത്ര എത്തിയിട്ടില്ലാത്ത വിഭാഗമാണ് ആദിവാസികൾ. മലയാള ഭാഷ കൈകാര്യം ചെയ്യാനുള്ള ബുദ്ധിമുട്ടുൾപ്പെടെ നിരവധി ഘടകങ്ങൾ ഇതിന് കാരണമായിട്ടുണ്ട്. ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരമായിട്ടാണ് ആദിവാസി സമൂഹത്തിലെ കുഞ്ഞുങ്ങൾക്ക് അവരുടെ ഭാഷയിൽ തന്നെ അധ്യയനം നൽകാനും കൊഴിഞ്ഞുപോക്ക് തടയാനും ലക്ഷ്യമിട്ട് ഗോത്രബന്ധു പദ്ധതി സർക്കാർ ആവിഷ്കരിച്ചത്. മലയാള ഭാഷ പെട്ടെന്ന് മനസ്സിലാവാത്ത കുട്ടികൾക്ക് മെന്റർ ടീച്ചർമാർ അവരുടെ ഗോത്രഭാഷയിൽ തന്നെ പഠനം നടത്താൻ സഹായിക്കും. ഊരുകളെയും വിദ്യാലയങ്ങളെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന കണ്ണികളായി പ്രവർത്തിക്കാനും മെന്റർ ടീച്ചർമാർക്ക് സാധിക്കുന്നുണ്ട്. ആദിവാസി വിഭാഗത്തിലെ തന്നെ TTC B.Ed ബിരുദധാരികളായ 241 പേരെയാണ് മെന്റർ ടീച്ചർമാരായി നിയമിച്ചിരിക്കുന്നത്. മെന്റർ ടീച്ചർമാരുടെ ഇടപെടൽ മൂലം കുട്ടികൾക്ക് വിദ്യാലയങ്ങളോടുള്ള അകൽച്ച കുറയാനും പഠനം എളുപ്പമാക്കാനും സാധിക്കുന്നുണ്ട്. ഞാൻ കുട്ടികളുടെ കോളനിയിൽ പോവാറുണ്ട്. കുട്ടികളുടെ ചില കുട്ടികൾക്കൊന്നും അവർക്കൊന്നും വീട് പോലും ഇല്ല. ചില കുട്ടികൾക്ക് നല്ല വീടൊക്കെ ഉണ്ട്. അവർ നല്ലോണം പഠിക്കുന്നുണ്ട്. ഇപ്പൊ അവർക്ക് സ്കൂളിലേക്ക് വരാൻ വളരെയധികം താല്പര്യമുണ്ട്. എല്ലാ ദിവസവും അവർ സ്കൂളിൽ വരുന്നുണ്ട്. പദ്ധതി നടപ്പാക്കി ആദ്യ വർഷം തന്നെ കുട്ടികളുടെ കൊഴിഞ്ഞുപോക്കിൽ കാര്യമായ കുറവ് വന്നിട്ടുണ്ട്. വരും വർഷങ്ങളിൽ കൂടുതൽ മെന്റർ ടീച്ചർമാരെ നിയമിച്ച് സംസ്ഥാനത്താകെ പദ്ധതി വ്യാപിപ്പിക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നത്. പാഠപുസ്തക വിതരണവും യൂണിഫോം വിതരണവും സ്കൂൾ തുറക്കുന്നതിന് ആഴ്ചകൾക്ക് മുൻപ് തന്നെ നിർവഹിക്കപ്പെട്ടു കഴിഞ്ഞു. അക്കാദമിക് തലത്തിലും അടിസ്ഥാന സൗകര്യ വികസന മേഖലയിലും പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ വിപ്ലവകരമായിട്ടുള്ള മാറ്റങ്ങളാണ് ഉണ്ടായിരിക്കുന്നത്. വിദ്യാഭ്യാസ രംഗത്ത് ഈ സർക്കാർ മുന്നോട്ടാണ്. ഈ ചർച്ച ഇവിടെ പൂർണ്ണമാകുന്നു. അടുത്തയാഴ്ച വീണ്ടും കാണാം. നമസ്കാരം.